അപ്പൊ നമ്മുടെ ഉത്രാട കാഴ്ചകൾ കഴിയുകയാണ്. ഇന്ന് ഉത്രാടമായിട്ട് കാലത്ത് തന്നെ ഞാൻ ഇഞ്ചമ്പുളിയുടെ പരിപാടി തുടങ്ങിയിട്ടാ. ഇഞ്ചമ്പുളി നേരത്തെ ഉണ്ടാക്കേണ്ടതായിരുന്നു. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ ഇഞ്ചി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാണ്ട. ഇഞ്ചി മൂത്ത് വരുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ എടുത്ത് മാറ്റിയിട്ട് നമ്മളൊന്ന് മിക്സിയിലിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ ഇഞ്ചിമുള്ളിലേക്ക് ചേർക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല ഫ്ലേവറും ഉണ്ടാവും ഇഞ്ചിയുടെ. ഒരാഴ്ച മുമ്പെങ്കിലും നമ്മൾ ഈ ഇഞ്ചമ്പുളിയും അച്ചാറൊക്കെ ഉണ്ടാക്കി വെക്കണം. എന്നാലാണ് തിരുവോണത്തിന് നമ്മൾ സദ്യയുടെ കൂടെ കൂട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് പറയാം. പക്ഷേ ഈ പ്രാവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമയത്തിൻ്റെ ഒരു പരിമിതി കാരണം നമുക്ക് ഇത് ഉണ്ടാക്കി വെക്കാനായിട്ട് പറ്റത്തില്ല. ഉത്രാടത്തിൻ്റെ അന്നാണ് നമുക്കതിന് ഉണ്ടാക്കാനുള്ള സമയമായത്. അപ്പോൾ എന്തായാലും രാവിലെ തന്നെ നേരത്തെ എഴുന്നേറ്റ് ഞാൻ ഇഞ്ചമ്പുളിയുടെ പരിപാടി ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം തന്നെ ഞാൻ അച്ചാറാണ് ഉണ്ടാക്കി വെച്ചത്. അതിന് ശേഷമാണ് ഇപ്പോൾ ഇഞ്ചമ്പുളിയിലേക്ക് കടന്നത്. അപ്പോൾ നമ്മുടെ ഇഞ്ചി നന്നായിട്ട് മൂത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നാളികേരക്കൊത്ത് നന്നായിട്ട് വെളിച്ചെണ്ണയിൽ തന്നെ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം സാധാരണ നമ്മൾ ചെയ്യുന്ന മാതിരി കടുകൊക്കെ പൊട്ടിച്ച് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചു. അതിന് മുമ്പ് ഇതിട്ട് ചെറിയൊരു കഷ്ണം കായം ഞാൻ മൂപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ കായം നമ്മൾ ഈ നമ്മുടെ ഇഞ്ചിമുള്ളിലിടും. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് കായം ഞാൻ വറുത്ത് വെച്ചത്. അതിനുശേഷം സാധാരണ നമ്മൾ ചെയ്യുന്ന മാതിരി കടുക് പൊട്ടിച്ച് മുളക് പൊട്ടിച്ച് കറിവേപ്പിലേക്ക് ഇട്ട് അതിലേക്ക് പുളി ഒഴിച്ച് ശർക്കര പാനി ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് കുറുകി വന്നപ്പോൾ അത്യാവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇതിൻ്റെ ഇടയിൽ ഞാൻ മുളക് പൊടിയുടെ കാര്യം പറഞ്ഞില്ല അല്ലേ, മുളക് പൊടി കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു, മറന്നു പോയതാണ്. എല്ലാം കൂടി സാധാരണ ഇപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കില്ല ഇഞ്ചിമുളിയൊക്കെ ഉണ്ടാക്കാനായിട്ട്, ഞാൻ തന്നെ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അങ്ങനെ സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇതിൽ വേറെ ഒരു എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ വീട്ടിൽ കായം ചേർക്കാറില്ല ഇഞ്ചിമുളിയിൽ. ഇവിടുത്തെ മമ്മി കായം ചേർക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ കായം ചേർത്ത് തുടങ്ങിയത്. സമയത്ത് നമുക്ക് വറുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാളികേരക്കൊത്തുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കിടന്ന് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഞ്ചിമുളി റെഡി ആവും. ഇന്ന് മൊത്തം മഴ ദിവസമാണെന്ന് തോന്നണേ. കുറച്ച് വെളിച്ചൊക്കെ ഒന്ന് വന്നു തുടങ്ങിയതാണ്. അതേ വീണ്ടും മഴ പെയ്ത് തുടങ്ങി ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ അടുപ്പിൽ നിന്ന് എടുത്തു. അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് തണുക്കാൻ വേണ്ടി വെച്ചേക്ക് പോണേ. നമ്മൾ ലാസ്റ്റായിട്ട് കുറച്ച് കായും ഉലുവയും കൂടി ഒന്ന് വറുത്ത് പൊടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഞ്ചിമുളി റെഡി ആയിട്ടുണ്ട്. ഓണായിട്ട് ഓണക്കളികളില്ലാണ്ട് എങ്ങനെയല്ലേ. അപ്പോൾ ഓണക്കളി കളിച്ചുകൊണ്ടിരിക്കുവാണ്ട. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, കുറച്ച് പിള്ളേരും കൂടി ബാക്കിൽ നിൽക്കുന്നുണ്ട്. അവർ ബിഹൈൻഡ് ദ സ്ക്രീനാണ്. അവർക്ക് ക്യാമറയുടെ മുന്നിലേക്ക് വരാൻ താല്പര്യക്കുറവുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ക്യാമറയുടെ മുന്നിൽ വരാൻ താല്പര്യമുള്ള ഞാൻ കളിക്കാനായിട്ട് ഇറങ്ങിയതാണ്ട. ഇത് കരഞ്ഞത് വേറെ ഒന്നുകൊണ്ടല്ല, ഞാൻ കസാരയിൽ കയറി ഇരുന്നപ്പോൾ അവന് വിഷമമായി, അതുകൊണ്ടാണ്. ഇനി ഞാൻ രണ്ടാമത് കളിച്ചിട്ട് ഇതേ അവനെ കസാരയിൽ ഇരുത്തും. അപ്പോൾ അവൻ ഹാപ്പി ആവും. എന്താ ചെയ്യുക, ഓരോരോ ശീലങ്ങളെ. അവൻ്റെ കസാര എന്ന് പറഞ്ഞിട്ടാണ് അവൻ അലമ്പുണ്ടാക്കണേ. ഇപ്പോൾ സന്തോഷമായില്ല ആശാന്. എനിക്ക് ഭയങ്കര പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഹാപ്പി ഓണം പറഞ്ഞേ, ഹാപ്പി ഓണം. കസേരക്കളി മാത്രമല്ല കേട്ടോ, പേരറിയാത്ത ഏതൊക്കെയോ കളികൾ ഞങ്ങളവിടെ കളിച്ചു. ഞാനും അതിലൊരു പാട്ടായിട്ടുണ്ട്. എല്ലാ കളികളും ഞാനും കളിക്കാൻ കൂടിയായിരുന്നു. എനിക്ക് സന്തോഷമായിരുന്നു ഇങ്ങനെ കളിക്കാനായിട്ട്. ഇത് അമ്പുരുഷനാണെങ്കിൽ ഭയങ്കര സന്തോഷമായി. കാരണം അവന് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കളികളിലൊക്കെ പങ്കെടുക്കണേ. അപ്പോൾ അംഗനവാടിയിലൊക്കെ പോയി അത്യാവശ്യം കളികളൊക്കെ കളിച്ചപ്പോൾ അവന് താല്പര്യപ്പെട്ടിട്ടുണ്ട് ഇങ്ങനത്തെ കളികളൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ പിള്ളേരൊക്കെ വിളിച്ച് കൂട്ടി കഴിഞ്ഞാൽ എല്ലാവരും കൂടി കളിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാനും കൂടി കൂടുമല്ലേ, അപ്പോൾ ഡബിൾ സന്തോഷം എന്ന് പറയില്ലേ, അതുപോലെയായിരുന്നു. പക്ഷെ ഒരേ ഒരു കാര്യമുള്ളൂ, എല്ലാത്തിലും അവന് ജയിക്കണം. വേറെ ആരും ജയിക്കുന്നവന് നല്ല താല്പര്യമില്ല. അത് മാത്രമാണ് ആളുടെ പ്രശ്നം എന്ന് തോന്നുന്നത്. അത് നമുക്ക് എങ്ങനെയൊക്കെ മാറ്റിയെടുക്കാം. എനിക്ക് തോന്നുന്നു ഈ കസാര കളിയിലൊന്നും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ആൾക്ക് അറിയത്തില്ലല്ലോ, അതുകൊണ്ടാണ്. എന്നാലും നല്ല രസമായിരുന്നു എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ കളിച്ചപ്പോൾ. ഏകദേശം ഒരു 4 മണി 5 മണി ആ സമയത്താണ് ഞങ്ങളെല്ലാവരും കൂടി കളിച്ചേട്ടാ. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഉത്രാടമാണ്. നമ്മുടെ വീട്ടിലെല്ലാവർക്കും പണികളുണ്ടായിരിക്കും. വീട്ടിലിപ്പോൾ ഈ സമയത്തിപ്പോൾ ഞാനിപ്പോൾ സൗണ്ട് റെക്കോർഡ് ചെയ്തിരുന്ന സമയത്ത് വീടുകളിലെല്ലാം എന്തായാലും പണികൾ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. നാളത്തേക്ക് സദ്യക്കുള്ള ഓരോ വിഭവങ്ങൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതിനുശേഷം രാത്രി ഇനി നാളത്തേക്ക് പൂക്കളിടാനായിട്ടുള്ള പൂക്കളൊക്കെ അരിഞ്ഞു വയ്ക്കണം. എന്നിട്ട് കുറേ പണികളുണ്ടായിരിക്കും അല്ലേ. അങ്ങനെയാണ് കളി. അമ്മ പറയുന്നതനുസരിക്കുമോ?
അപ്പൊ നമ്മുടെ ഉത്രാട കാഴ്ചകളുടെ അവസാനിക്കുവാണ്. അപ്പൊ നാളെ തിരുവോണ ദിവസത്തില് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും അപ്പൊ അതുവരെ